ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ സൈന്യൂസ് കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ബൺദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. പക്ഷേ ഞാൻ അത് യൂട്യൂബിൽ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കിറ്റ്, കടല, അതുപോലെ ചെറുപയറൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ചെറുപയറും കടലൊക്കെ തിന്നാൻ മടിക്കുന്ന കുട്ടികൾക്ക് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് 4 മണിക്കൂർ അതിലേക്ക് വെള്ളം കുതിർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ തന്നെ അതിലേക്ക് 1 ഗ്ലാസ് ചെറുപയർ, അതുപോലെ 2 ടീസ്പൂൺ ഉലുവ. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരി 4 മണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിതിലേക്ക് 3/4 ഗ്ലാസ് അളവിൽ അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല അവിൽ തന്നെ ചേർക്കുക. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കുത്തിയിട്ടുള്ള നല്ല അവിലാണ്. അപ്പോൾ ആ അവിലൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏകദേശം വെള്ളം പാരുമ്പോൾ ഇതിൽ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടതിന് ശേഷം അതിൻ്റെ നേരെ ലെവലിലായിട്ടാണ് വെള്ളം എടുക്കുക. നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് രാത്രിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ രാവിലേക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ രാത്രി നന്നായിട്ട് അരച്ച് വെച്ചതിന് ശേഷം ഒരു പാത്രം കൊണ്ട് മൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മൂടിയെടുത്ത് വെക്കാം. ഏകദേശം ഒരു 8 മണിക്കൂറിന് ശേഷമാണ് പിന്നെ ഇത് ചുടാനെടുക്കുന്നത്. നമുക്ക് കാരപ്പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മാവ് ഒന്ന് തിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി നോക്കുമ്പോൾ എല്ലാവർക്കും അറിയില്ല, നമ്മൾ ഉഴുന്ന് ദോശ അതുപോലെ ഇഡ്ഡലിക്കിൻ്റെ ഒക്കെ ഒരു മാവിൻ്റെ പരുവാണ്. അപ്പോൾ നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു വറവിന് കുറച്ച് 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2 അല്ലി കറിവേപ്പില ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പച്ചമുളകിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വെന്താൽ മതിയാവും. നല്ല മൂത്തതിന് ശേഷം നമുക്കിത് നമ്മളെ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളെ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. മാവിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്താണ് ഞാൻ ഇതിൽ ഉപ്പും ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിത് ഇളക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ സമയം ഇതിലേക്ക് ഈ മാവിലേക്ക് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ മാവ് നല്ല ടൈറ്റായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ലൂസിലായിട്ട് ഒന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുക. നമ്മളെ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തീ കൂട്ടിയിട്ട് നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നേരെ സിമ്മിലേക്ക് ഇടുക. എന്നിട്ട് 4 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ മാവ് എത്രത്തോളം വെന്തു എന്നുള്ളത് കാണാൻ പറ്റും. ഒരു 4 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഈ ഭാഗം നന്നായിട്ട് വന്നിട്ടുണ്ട്, അടിഭാഗം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം ഒരു 3 മിനിറ്റെങ്കിലും വേവാനായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ ബൺദോശ നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്ക് ചൂടോടെ കൊടുത്താലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. കാരണം ആ ഉലുവേൻ്റെയും അതുപോലെ നമ്മളിതിൽ വറവ് ചേർത്ത് അതിൻ്റെയൊക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ലാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ കിറ്റിലെ കടലയും ചെറുപയറൊന്നും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ ചെയ്ത് തീർക്കും എന്നുള്ളത് ആലോചിച്ച് ആർക്കും ടെൻഷനും ആവേണ്ട. പിന്നെ ഈ കടല ചേർത്തിട്ടുള്ള കേട്ടോ ചെയ്തിരുന്നത്. ഇതുപോലെ തന്നെ ഈ അരിൻ്റെ അളവും അതുപോലെ ചെറുപയർ ഒക്കെ നമ്മൾ എടുത്തില്ലേ, അതേ അളവിൽ തന്നെ അരിയും അതുപോലെ കടലയൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വന്നതിന് ശേഷം അരി, കടല, ഉലുവ നന്നായിട്ട് കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതുപോലെ തന്നെ അവിൽ 1 ഗ്ലാസ് 3/4 ഗ്ലാസ് അവിലും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അവിലും ചേർത്ത് ഇനി അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ഉഴുന്ന് ദോശയൊക്കെ അരക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ കാരത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ലേ. പക്ഷേ ഈ ചെറുപയറും കടലും 2 വെച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിലേക്ക് നമുക്കൊരു കാരപ്പൊടിൻ്റെ ഒരു ആവശ്യമില്ല. നന്നായിട്ട് തന്നെ പിറ്റേന്നൊക്കെ പൊങ്ങി വരും.
ഏകദേശം 8 മണിക്കൂറാണ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. റെസ്റ്റായിട്ട് വെക്കുന്നത് 8 മണിക്കൂറാണ്. നമ്മൾ രാത്രി ഇതിപ്പോൾ അരച്ചിട്ട് നന്നായിട്ട് മൂടി വെക്കുകയാണ്. നമ്മൾ രാവിലെ അതാ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ട് മാവ് നല്ല പരുവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് മറ്റേതും ചെയ്ത പോലെ തന്നെ വറവിട്ട് കൊടുക്കാനുണ്ട്. പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെയാണ്. കടുകിട്ട് കൊടുക്കുക, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില നന്നായിട്ട് മൂത്ത ശേഷം നമ്മളെ മാവിലേക്ക് നമ്മളത് ഒഴിക്കുകയാണ്. നന്നായിട്ട് മാവ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്തായാലും ഈ റെസിപ്പി വെറുതെ കണ്ടു പോവല്ല, എല്ലാവരും ട്രൈ ചെയ്യുക. കാരണം അത്രക്കും ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കിയത് 2 കടല വെച്ചിട്ടും ചെറുപയർ ചെയ്തിട്ടും എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പോൾ നമ്മൾ ഈ മാവ് നല്ല ടൈറ്റ് ആയതുകൊണ്ട് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇളക്കിയപ്പോൾ മാവ് നല്ല രൂപത്തിൽ തന്നെ ആയിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പരുവം അറിയുമെന്ന് വിചാരിക്കുകയാണ്. ഇതാ ഈ ഒരു ലൂസായിട്ട് മതി. നമ്മളെ വെള്ളപ്പച്ചട്ടിയിലാണ് കേട്ടത് ഒഴിക്കുന്നത്. ഒരു തവി മാവ് നന്നായി ചൂടായ ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം സിമ്മിലോട്ട് ഇടുക. എന്നിട്ട് മൂടി വെക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഒരു 4 മിനിറ്റിന് ശേഷം ഇതൊന്ന് മൂടി തുറന്നിട്ട് ഇപ്പോൾ ഏതായാലും അടിഭാഗം നന്നായിട്ട് വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളെ മുകൾ ഭാഗം കൂടി നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് പ്രത്യേകമായിട്ട് വേറെ ചട്നീൻ്റെ അങ്ങനെയൊന്നും ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചട്നി ഉണ്ടാക്കലുണ്ട് രാവിലെ. അപ്പോൾ അതുകൊണ്ടാക്കിയതാണ്. ഇത് ചട്നി ഇല്ലാതെ തന്നെ രാവിലെ ചൂടോടെ തന്നെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഈ റെസിപ്പി എന്തായാലും ഉണ്ടാക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിത് രണ്ടിൻ്റെയും ഫോട്ടോസ് കാണിക്കാം. ഇത് നമ്മൾ ചെറുപയർ വെച്ചിട്ട് ചെയ്തതിൻ്റെ ഫോട്ടോസാണ് കേട്ടോ. ചെറുപയർ വെച്ചിട്ട് ചെയ്ത ബൺദോശയാണ്. ഇത് നമ്മൾ കടല വെച്ചിട്ട് ചെയ്ത ബൺദോശയാണ്. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വേറെ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ.